ഓക്കെ, തുടങ്ങാം. നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്ന മീറ്റർ ബ്രിഡ്ജ്. ഫസ്റ്റ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്താണ്? മീറ്റർ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും അറിയോ? നമ്മൾ മീറ്റർ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ ഇല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പഠിച്ചു. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു ഡിവൈസ് ആണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര ഓർത്താൽ മതി. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നത്, കറക്റ്റ് ആയിട്ട് വരക്കണം, ശ്രദ്ധിച്ചിരിക്കണേ. എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്സ് ഉണ്ടാവും, നടുക്കായിട്ട് വേറൊരു കോപ്പർ സ്ട്രിപ്പ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഓരോ ഗ്യാപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഗ്യാപ്പ് 1 എന്ന് കൊടുക്കാം. ഗ്യാപ്പ് 1, ഇത് ഗ്യാപ്പ് 2. ഓക്കെ, ഈ ഗ്യാപ്പ് 1 നമ്മൾ ഒരു നോൺ റെസിസ്റ്റൻസ്, എന്തെങ്കിലും നോൺ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വെച്ചോളൂ. അത് ഞാനിപ്പോ R എന്ന് കൊടുക്കണേ. ഓക്കെ, അടുത്തത് ഈ ഗ്യാപ്പ് 2 നമ്മൾ ഒരു അൺനോൺ റെസിസ്റ്റൻസ് വെക്കും. ആ അൺനോൺ റെസിസ്റ്റൻസിന്റെ കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പൊ ഗ്യാപ്പ് 2 നമ്മൾ വെക്കുന്നത് അൺനോൺ റെസിസ്റ്റൻസ് ഞാൻ S എന്ന് കൊടുക്കും. ഓക്കെ, ഇത് നോൺ റെസിസ്റ്റൻസ്, ഇത് അൺനോൺ റെസിസ്റ്റൻസ്. അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് എൻഡിനെ കണക്ട് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയർ. ഓക്കെ, എ ബി. ഇതിന്റെ ലെങ്ത് വരുന്നത് 100 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 1 മീറ്റർ. ഓക്കെ, 100 സെന്റിമീറ്റർ 1 മീറ്റർ. ഇത് എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയർ. ഓക്കെ, ഇനി നമ്മളിത് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യും. ഒരു ഇതെന്തായി വരച്ചെന്ന് അറിയോ? റിയോസ്റ്റാറ്റ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കറന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. വേരിയബിൾ റെസിസ്റ്റൻസ്. ഇത്രയും കണക്ഷൻ നമ്മൾ ചെയ്ത് കഴിയും. നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനുണ്ടാവും. ഇനി നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന കണക്ഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗാൽവനോമീറ്റർ വരും. ഈ ഗാൽവനോമീറ്ററിൽ നിന്ന് ഒരു സ്ലൈഡ് അറേഞ്ച്മെന്റ് ഉണ്ടാവും, ഒരു വയർ പോലെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും കണക്ഷൻ നമ്മൾ ചെയ്തു വെക്കും. ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഗാൽവനോമീറ്ററിൽ നിന്ന് ഒരു സ്ലൈഡ് അറേഞ്ച്മെന്റ് ഇല്ലേ, ഇത് ഈ എൻഡിലും എയുടെ എൻഡിലും കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക. ബിയിലും കൊണ്ടുവന്ന് നമ്മൾ ടച്ച് ചെയ്യും. ജസ്റ്റ് ഈ വയർ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഈ എൻഡിൽ കൊണ്ടുവന്നു ഈ ഒരു സ്ലൈഡ് അറേഞ്ച്മെന്റ് ടച്ച് ചെയ്യും. അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കണക്ഷൻ ഓക്കെ ആണെന്ന് പറയാം. അല്ലെങ്കിൽ കണക്ഷൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ ശ്രദ്ധിക്കണ്ടേ? കണക്ഷൻ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ ഗാൽവനോമീറ്ററിന്റെ ഈ സ്ലൈഡ് അറേഞ്ച്മെന്റ് എയിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുക. എയിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ദെൻ ബിയിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യണം. എയിൽ ടച്ച് ചെയ്തപ്പോൾ ഈ ഡയറക്ഷൻ ആണെങ്കിൽ ബിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് പോവാം. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ കണക്ഷൻ ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയും മനസ്സിലായ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നത് ഞാൻ പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? റിയോസ്റ്റാറ്റിൽ കറന്റ് അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ലൈഡ് അറേഞ്ച്മെന്റ് ഇല്ലേ, ഇത് നമ്മൾ എല്ലാ പോയിന്റിലും ഈ ഒരു വയറിന്റെ എല്ലാ പോയിന്റിലും നമ്മൾ ടച്ച് ചെയ്ത് നോക്കും. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ റീഡിങ് 0 ആണ്. അതായിരിക്കും നമ്മുടെ ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുക? ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. രണ്ട് സൈഡിലും ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ കണക്ഷൻ ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ സ്ലൈഡ് അറേഞ്ച്മെന്റ് കൊണ്ടുവന്ന് നമ്മൾ എല്ലാ പോയിന്റിലും A തൊട്ട് B വരെയുള്ള എല്ലാ പോയിന്റിലും ജസ്റ്റ് ടച്ച് ചെയ്ത് പോവുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ വെക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിന്റെ ഗാൽവനോമീറ്ററിന്റെ റീഡിങ് 0 ആണ്. ആ ഒരു റീഡിങ് 0 ആവുന്ന ആ പോയിന്റ് ഇപ്പൊ ഞാനിങ്ങനെ വെച്ച് വന്നപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്റെ ഗാൽവനോമീറ്ററിന്റെ റീഡിങ് പെട്ടെന്ന് 0 ആയി. ആ ഒരു പോയിന്റ് ആണ് എന്റെ ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതിനെ ബാലൻസ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത്. അത് ഞാൻ L ആയിട്ട് എടുക്കും.
ഓക്കെ, ഇതെല്ലാണെങ്കിൽ ഇത് ടോട്ടൽ 100 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു പോർഷൻ L, ഇത്രയും ഡിസ്റ്റൻസ് L ആണെങ്കിൽ ഇത് ബാക്കിയുള്ളത് എത്രയായിരിക്കും? 100 മൈനസ് L. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഫിഗർ ഒന്ന് വരച്ചെടുത്ത് മനസ്സിലാക്കി വരക്കണേ. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് 2 കോപ്പർ സ്ട്രിപ്പ് വരച്ചു. അത് കഴിഞ്ഞിട്ട് നടുക്ക് വേറൊരു കോപ്പർ സ്ട്രിപ്പ് വെച്ചു. L ഷേപ്പിലുള്ള 2 കോപ്പർ സ്ട്രിപ്പ് വെച്ചു. നടുക്ക് ഒരു കോപ്പർ സ്ട്രിപ്പ് വെച്ചു. അത് കഴിഞ്ഞിട്ട് 2 ഗ്യാപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗ്യാപ്പിൽ നോൺ റെസിസ്റ്റൻസ് വെച്ചു. ഇവിടുത്തെ ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വയർ ഉണ്ട്, AB എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. അതായത് നമ്മൾ ഇതുകൊണ്ടൊരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു, റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്തു, കണക്ഷൻ കംപ്ലീറ്റ് ആയി. ചെക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ കിട്ടുന്നുണ്ടോ, ബോത്ത് സൈഡ്സിലേക്ക് ഡിഫ്ലക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ബോർഡ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ അതിലായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് വെച്ച് കൊടുക്കാം. നോൺ റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ വെക്കുന്നത് എന്തെങ്കിലും ഒരു വയർ ആയിരിക്കും. ആ വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഗ്യാപ്പ് വണ്ണിൽ ഒരു നോൺ റെസിസ്റ്റൻസ് ലാബിൽ നമുക്ക് റെസിസ്റ്റൻസ് ബോക്സ് ആയിരിക്കും, അതുകൊണ്ടൊന്ന് വെച്ച് കൊടുക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വയർ ആയിരിക്കും നമുക്ക് ലാബിൽ തരുന്നത്, നമ്മൾ അതിന്റെ കണ്ടുപിടിക്കാനായിരിക്കും പറയും. അപ്പോൾ അതുകൊണ്ടൊന്ന് വെച്ച് കൊടുക്കും. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വയർ അതിൽ ഫിക്സ്ഡ് ആണ്, നമ്മൾ വെക്കണമെന്നല്ല, അതിൽ ഓൾറെഡി അത് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വയർ A to B എന്നൊരു വയർ ഇവിടെ ഉണ്ടാവും. ആ വയർ ഇന്ന് പിന്നെ കണക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യണമല്ലോ. ഇത്രയും നമുക്ക് ഉണ്ടാവുള്ളൂ, ഇത്രയും നമുക്ക് ലാബിൽ ഒക്കെ ആയിട്ട് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്യാപ്പ് വണ്ണിൽ നോൺ റെസിസ്റ്റൻസ് വെക്കുക, ഗ്യാപ്പ് 2ൽ അൺനോൺ റെസിസ്റ്റൻസ് വെക്കുക. പിന്നെ ഇവിടെ ഈ ഒരു വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇതിന്റെ ഈ എൻഡിൽ നമ്മളൊരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കും. പിന്നെ ഇതിന്റെ ഇവിടെ നിന്ന് നമ്മൾ റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്ത് കണക്ഷൻ നമ്മൾ തന്നെ ചെയ്യും. നമ്മൾ ചെയ്ത ഈ കണക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗാൽവനോമീറ്ററിൽ നിന്ന് ഇവിടെ ഒരു സ്ലൈറ്റ് അറേഞ്ച്മെന്റ് വരും. ജോക്കി എന്നാണ് അതിനെ പറയുന്നത്. അത് വെച്ച് നമ്മൾ ഇവിടെയും ടച്ച് ചെയ്യും, ഇവിടെയും ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ 2 സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം ഗാൽവനോമീറ്റർ ഒരു സ്ലൈഡ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഒരു വയർ പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ തിയറിയല്ലേ പറഞ്ഞിരുന്നു, എക്സ്പെരിമെന്റ് തിയറിറ്റിക്കലി പറയുന്നത് എത്രത്തോളം മനസ്സിലാവാനാണ്. ഇവിടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും, ജോക്കി എന്നാണ് ആ അറേഞ്ച്മെന്റ് പറയുന്നത്. അത് വെച്ച് നമ്മൾ ഇവിടെ ടച്ച് ചെയ്യും, ആ വയർ ഇവിടെ ടച്ച് ചെയ്യും, ഇവിടെ ടച്ച് ചെയ്ത് റെസിസ്റ്റന്റ് വരട്ടെ. ഒരൊറ്റ വയറേ ഉള്ളൂ. ആ വയറിന്റെ ഈ എറ്റിലെ ടച്ച് ചെയ്യും, ഈ എറ്റിലെ ടച്ച് ചെയ്യും. ഇതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ഈ വയർ ഇവിടെ തൊടുമ്പോഴത്തേക്കും ഈ സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വയറെ പിടിച്ച് ഈ സൈഡ് വരെ. ഇതാണ് വയർ. ഇവിടെ ടച്ച് ചെയ്യാം, ഇവിടെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിഫ്ലക്ഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കണക്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറണ്ട് 0.1 ആംപിയർ ഞാൻ വെച്ച് എന്നിട്ട് ഞാൻ ഈ പോയിന്റിൽ ടച്ച് ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റ് ഇതിന്റെ വാല്യൂ 0 ഫസ്റ്റ് തന്നെ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രമേ കണക്ഷൻ വരൂ. ഇതൊക്കെ ചെയ്താലും
ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചെയ്തതാണല്ലേ രാവിലെ? അല്ല പറഞ്ഞത് ചെയ്തതാ എനിക്ക് അർത്ഥം നാളെയല്ല എല്ലാം ഒരു ദിവസം ശ്രദ്ധിച്ചോ. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് അല്ലേ? ഈ ഒരു വയർ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ആർ ആണ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ ആർ. അപ്പൊ നമുക്ക് ആറിനെ എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു ആർ എൽ എന്ന് പറഞ്ഞ് എഴുതും. ഇവിടുത്തെ ലെങ്ത് എൽ ആണ്. ഇവിടുത്തെ ലെങ്ത് ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്ന എൽ. അതിന്റെ റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ആർ ഇൻറ്റു എൽ. ഇനി ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 100 മൈനസ് എൽ അല്ലേ? അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് എങ്ങനെ വരും? ആർ ഈക്വൽ ടു 100 മൈനസ് എൽ ഇൻറ്റു ആർ. മനസ്സിലായോ? ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇത്രയും പോയിന്റിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത് എല്ലിനുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആർ ഈക്വൽ ടു ആർ ഇൻറ്റു എൽ എന്ന് എഴുതിയത്. സ്മോൾ ആർ ഇൻറ്റു എൽ. ഇനി ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 100 മൈനസ് എൽ ആണ്. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസ് എങ്ങനെ വരും? 100 മൈനസ് എൽ ഇൻറ്റു ആർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആർ എൽ ഈക്വൽ ടു എസ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് 100 മൈനസ് എൽ ഇൻറ്റു ആർ. ആർ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് ആർ ബൈ എൽ ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ 100 മൈനസ് എൽ. എസ് ഈക്വൽ ടു ആർ ഇൻറ്റു 100 മൈനസ് എൽ ഡിവൈഡഡ് ബൈ എൽ. ഇങ്ങനെയാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്ര എഴുതിക്കോട്ടാ. ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ പറയട്ടാ. റെസിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ്.
ഇത് റെസിസ്റ്റൻസ് വയർ. അപ്പോൾ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നമ്മൾ R equal to R റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അതിനാണ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അതിനാണ് നമ്മൾ ചെറിയ ആറായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് അതിന്റെ ആ ഒരു വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് അതിനെ നമ്മൾ സ്മോൾ ആയിട്ട് ഡിനോട്ട് ചെയ്യും. റെസിസ്റ്റൻസ് അതിലേക്ക് എഴുതി വെച്ചു റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താ ചെയ്തിരിക്കുന്നത്? അങ്ങനെയല്ല വീച്ചർ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിച്ചത് P/Q R/S P/Q R/S. ഇവിടുത്തെ റെസിസ്റ്റൻസ് R, ഇവിടുത്തെ റെസിസ്റ്റൻസ് R L into R. L into R. ഇവിടുത്തെ റെസിസ്റ്റൻസ് S divided by ഇവിടെ നോക്കിക്കേ 100 minus L into R. അതാണ് എഴുതിയിട്ട് നമ്മൾ S തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ മനസ്സിലായോ? ഈസ്റ്റേൺ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഈസ്റ്റേൺ പ്രിൻസിപ്പിൾ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ എഴുതിയാടാ കഴിഞ്ഞ ഈ ഒരു ടോപ്പിക് കൂടെ ഉണ്ടായിരുന്നില്ലേ? അതിലില്ല, മെറ്റീരിയൽ ഇല്ല ടോപ്പിക്ക്. പക്ഷെ സിലബസിലുള്ളതാണ് ആ ടോപ്പിക്ക്. എടുത്തതല്ലേ സിലബസ്? എടുത്തതല്ലേ? പവർ ആൻഡ് എനർജി എടുത്തതാണോ നിങ്ങൾക്ക്? എടുത്തതാണ്. ഓക്കെ, എന്താ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ കിടക്കണം. ഞാൻ ഓക്കെ, പവർ ഫസ്റ്റ് നമുക്ക് പവർ നോക്കാം. പവർ ശ്രദ്ധിക്കണേ. ഞാൻ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്ത് ഇവിടെ ഞാനൊരു ചാർജ് Q
Q പ്ലേസ് ചെയ്യും. ഈ ചാർജ് മൂവ് ചെയ്യും. വെറുതെ ഒരു കണ്ടക്ടറിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യും. നമ്മളൊരു സെല്ല് ഇവിടെ കണക്ട് ചെയ്യണം അല്ലേ? ഓക്കെ, ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യും. ഇത് സെല്ലിന്റെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഈ എൻഡിൽ എന്ത് പൊളാരിറ്റി ആയിരിക്കും? പോസിറ്റീവ്. ഈ എൻഡിൽ നെഗറ്റീവ്. അപ്പൊ ഇവിടത്തെ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? വി എന്ന് കൊടുക്കാം. ഇവിടത്തെ പൊട്ടൻഷ്യൽ ഞാൻ വി ബി എന്ന് കൊടുത്തു. ഇനി ഏത് സൈഡിലായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ? അപ്പൊ പോസിറ്റീവ് സൈഡ്, സെല്ലിന്റെ പോസിറ്റീവ് നമ്മൾ ഏത് എൻഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതൽ, ഇവിടെ പൊട്ടൻഷ്യൽ കുറവ് അല്ലെ? അപ്പൊ പൊട്ടൻഷ്യൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് കറന്റ് ഫ്ലോ ചെയ്യും. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ. പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ കൂടെ ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഒന്നെങ്കിൽ ഒന്ന് ഹയർ ടു ലോവർ, അതിലേക്ക് ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഫ്ലോ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ ഈ സെല്ല് വർക്ക് ചെയ്തത് കൊണ്ട് പൊട്ടൻഷ്യൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ സെല്ലാണ് വർക്ക് ഡൺ ചെയ്തത്. സെല്ലാണ് വർക്ക് ചെയ്തത്. സെല്ല് വർക്ക് ചെയ്തത് കൊണ്ട് ഈ എൻഡിലേക്ക് പോസിറ്റീവും ഈ എൻഡിലേക്ക് നെഗറ്റീവ്, ഇവിടെയാണ് കൂടുതൽ പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ആയി, അതുകൊണ്ട് കറന്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇത് വരച്ചോ, ഇത് ഓർത്തിരിക്കില്ല. ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? V equal to potential equation എന്താ? V equal to W by Q. From this W equal to V into Q. Okay. അപ്പോൾ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ W equal to V. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VA minus VB, പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA minus VB into Q. or നമുക്ക് W equal to V into Q എന്ന് തന്നെ പറയാം. VA minus VB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? പവർ ഈക്വൽ ടു പറഞ്ഞോ. പവർ ഈക്വൽ ടു ഇക്വേഷൻ W by T. നമ്മൾ പ്ലസ് 2 ലാണ് ഉപയോഗിക്കാറില്ല. W by T. ഓക്കെ, വർക്ക് ഈക്വൽ ടു വർക്ക് ഡൺ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം V into Q. ഇനി അടുത്തത് പറയാം. Q by T I. അപ്പോൾ നമുക്ക് എഴുതാം P equal to V into I. ഇതാണ് പവറിന്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, 3 ഇക്വേഷൻ ഉണ്ട്, 3ഉം പഠിച്ചിരിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, P equal to V into I. ഇനി അടുത്ത ഇക്വേഷൻ നമ്മൾ പറയാൻ പോകണേ. അടുത്ത ഇക്വേഷൻ P equal to V into I. ഈ Vക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബൈ ഓംസ് ലോ V equal to IR into I. So P equal to I square R. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത ഇക്വേഷൻ നമുക്ക് P equal to V into I. ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബൈ ഓംസ് ലോ V by R. So P equal to V square by R. 3 ഇക്വേഷൻസ് കിട്ടി. 3ഉം ബോക്സ് ചെയ്തിട്ടുണ്ടോ? ഇതെങ്ങനെയാ വന്നത്? ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഉണ്ടോ? 3 ഇക്വേഷന് എഴുതിയാലേ? അത് കിട്ടില്ല. V സ്ക്വയർ ആണ്. W equal to PT. W equal to PT ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് എനർജിയുടെ പറയുന്നത്. എനർജി വർക്കില്ല, വർക്കല്ലല്ലോ, നമുക്ക് അവിടെ വേണ്ടത് പവർ അല്ലേ?
W VT കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്ക് പോകും? എനർജി ആയി പോകും. വർക്ക് ഈസ് ഏബിൾ ടു മനസ്സിലായോ? എനർജി ഇക്വേഷൻ അതിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് കഴിഞ്ഞ അപ്പോൾ അവർ അടുത്തത് എനർജി. എനർജി എന്താ? എനർജി വർക്ക്. എനർജി ഈസ് ഏബിൾ ടു ഡു വർക്ക്. നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുണ്ട് പ്ലസ് 1 അല്ലേ? അപ്പൊ എനർജി സെയിം ആസ് വർക്ക്. സോ T ഈക്വൽ ടു W/T. ഇതിൽ നിന്ന് നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു എനർജിയും വർക്കും സെയിം ആണ് അല്ലേ? അപ്പൊ നമുക്ക് വർക്ക് ഈക്വൽ ടു T ഇൻറ്റു T എന്ന് കൊടുക്കാം. ഇനി നമ്മൾ പവറിന് 3 ഇക്വേഷൻ പഠിച്ചില്ലേ? അതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജിയുടെ ഇക്വേഷൻസ് ആയി. E ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു പവറിന്റെ? VI. അപ്പൊ VI ഇൻറ്റു T. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി E ഈക്വൽ ടു VIT. ഇനി അടുത്തത് E ഈക്വൽ ടു പവറിന്റെ സെക്കൻഡ് ഇക്വേഷൻ I സ്ക്വയർ R. I സ്ക്വയർ R ഇൻറ്റു T. അപ്പൊ അടുത്തത് കിട്ടി. ഇനി അടുത്തത് V സ്ക്വയർ ബൈ R ഇൻറ്റു T. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. പവറിന്റെ ഫസ്റ്റ് ഇക്വേഷൻ T ഈക്വൽ ടു ഞാൻ ഈ ബോക്സ് ചെയ്ത ഇക്വേഷൻസ് ഇല്ല അത് മതി. ഞാൻ എത്തിക്കാൻ വേണ്ടി നോക്കിയത്. ചുമ്മാ P ഈക്വൽ ടു VI എന്ന് പറയാൻ പറ്റില്ലല്ലോ. എവിടെന്നാ വന്നതെന്ന് അറിയട്ടെ. വേണ്ട ആ 3 ഇക്വേഷൻ ഞാൻ ബോക്സ് ചെയ്ത 3 ഇക്വേഷൻസ് മാത്രം മതി. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ് തിയറി നമുക്ക് ന്യൂമറിക്കൽസ് ആണ് ചെയ്യാനുള്ളത്. ന്യൂമറിക്കൽസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഫോർമുലാസ് അറിയോ? ഫോർമുലാസ് എല്ലാം അറിയോ? ഈ ചാപ്റ്ററിലെ ഫുള്ള് ഫോർമുലാസ് അറിയണം, എന്നാലും ഞാൻ ന്യൂമറിക്കൽസ് തുടങ്ങുള്ളൂ. അല്ലാതെ തുടങ്ങിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ 2 ചാപ്റ്ററിലൂടെ എനിക്ക് മനസ്സിലായി. എല്ലാം എഴുതിക്കാൻ പോണേ. ഇപ്പൊ എഴുതിക്കാൻ പോണേ. സമയം പോയാലും കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പുതിയ പേജ് എടുത്തോ. അപ്പൊ ക്ലാസ് കുറെ മിസ്സായിട്ടില്ലേ? എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അതിന് അധികം പേരൊന്നും ഇല്ലായിരുന്നു എല്ലാ ക്ലാസ്സിലും. ഇനി ഉണ്ടായിരുന്നു ഇല്ല. ഇപ്പൊ പുതിയവരും കുറെ പേരുണ്ട്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് എഴുതാം എല്ലാ ഇക്വേഷൻസും നമുക്ക് എഴുതിയിട്ട് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴേ നമുക്ക് ഇവിടെ പറ്റുന്നത്ര ഞാൻ ചെയ്യിപ്പിക്കാം. 2 ക്ലാസ് കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. എന്നാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ആ ബുക്കിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. അതെല്ലാം ചെയ്ത് നോക്കണം വീട്ടിൽ പോയിട്ട്. ഇപ്പൊ ചെയ്യുമ്പോഴത്തേക്കും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഫോർമുലാസ് ഇല്ലേ അതെല്ലാം ഒരു ഷീറ്റിൽ എഴുതി വെക്കണം. ഇത് ബൈ ഹാർട്ട് പഠിക്കണം, അല്ലാതെ നിവർത്തിയില്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും പഠിച്ചതിൽ കുറെ ഉണ്ട്. എന്നാലും അതിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഈ ചാപ്റ്ററിൽ കുറച്ച് അധികം ഉണ്ട്. അതുകൊണ്ട് ഈ ഷീറ്റിൽ എഴുതി വെച്ച് കറക്റ്റായിട്ട് പഠിച്ച് തന്നെ പോകണം. മാറ്റി വെക്കരുത്. മാറ്റി വെച്ചാൽ നന്നായിട്ട് ലാസ്റ്റ് പണി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോ. കറന്റ് ഇലക്ട്രിസിറ്റി ഫോർമുലാസ് തുടങ്ങാൻ പോണേ. എത്ര എണ്ണം ഉണ്ടെന്ന് അപ്പം അറിയാം. നന്നായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇങ്ങനെ നിങ്ങൾ തന്നെ പഠിച്ച് ചാപ്റ്റർ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഒരു ചാപ്റ്റർ ഇപ്പൊ നിങ്ങളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ എക്സാമിന് നിങ്ങൾ എങ്ങനെയാ പഠിക്കുക? പോകുന്നാലും പറയാം. ഓക്കെ, എങ്ങനെയാ നിങ്ങൾ പഠിക്കുക സാധാരണ? വായിച്ച് മാത്രം ഫിസിക്സ് പഠിക്കരുത്. നന്നായിട്ട് മാർക്ക് പോവും. എഴുതി തന്നെ പഠിക്കുക. 1-2 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ഓർഡർ ഉണ്ടാവും. ഇപ്പൊ എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? കൂളംസ് ലോ. അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് ഡൈപോൾ വരുന്നുണ്ട്. ആ ചാപ്റ്ററിനെ പറ്റി ഫുള്ള് പറയാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽസ് വരുമ്പോൾ പ്രശ്നമില്ല. അല്ലാതെ ഇപ്പൊ ഒരു പ്രോബ്ലം കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ചാപ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ?
ഫുള്ള് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ചാപ്റ്ററിനെ പറ്റി ഫുൾ ഐഡിയ ഉണ്ടാവും. സ്റ്റാർട്ടിങ് തൊട്ട് എന്തൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോബ്ലം ന്യൂമറിക്കൽസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം എഴുതുക. തിയറി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഏതാ പഠിച്ചത് അത് ഹെഡിങ് കൊടുക്കുക. ഫുൾ എഴുതി നോക്കാനല്ല ഞാൻ പറയണത്. ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ജസ്റ്റ് ഓർമ്മ വരിക. E=F/Q അതവിടെ കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് വരിക. കൂളംസ് ലോ എന്താ പറയുന്നത്, F is directly proportional to ആ ജസ്റ്റ് കാര്യങ്ങൾ എഴുതുക. അങ്ങനെ അടുത്തടുത്ത ഓരോ ടോപ്പിക്കിലേക്കും അങ്ങനെ വരിക. ഇലക്ട്രിക് ഡൈപോൾ എന്താണ് അപ്പം തന്നെ മനസ്സിൽ കണ്ടന്റ് വരിക, ഇക്വേഷൻ എഴുതി വെക്കുക. അടുത്ത ടോപ്പിക് എന്താണ്, അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് സ്വന്തമായിട്ട് ബുക്ക് ഒന്നും നോക്കാതെ ഒരു പേപ്പറിൽ എഴുതാൻ റെഡി ആണെങ്കിൽ ആ ചാപ്റ്റർ ഓക്കെയാണ്. അല്ലാതെ ഫിസിക്സ് മുന്നോട്ട് പോവില്ല. നമ്മൾ ഉദ്ദേശിക്കണ പോലെയല്ല. ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് എല്ലാം ഈസി ആയിട്ടല്ലേ തോന്നുന്നത്. അങ്ങനെയല്ല, ജസ്റ്റ് ഡിറൈവ് ചെയ്ത് നിന്നോട് ബാക്കി ഓക്കെ. പഠിപ്പിക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല, ഡിറൈവ് ചെയ്യുമ്പോഴും നമുക്ക് തോന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും, എക്സാമിന് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. ഇപ്പൊ നിങ്ങളുടെ പേപ്പർ നോക്കിയത് വെച്ച് ഞാൻ പറഞ്ഞത് ചെയ്യുന്നുണ്ട്, തുടക്കം വരുന്നുണ്ട്, പക്ഷെ അവസാനം ഇല്ല കുറെ. പിന്നെ ചില നടുക്ക് വെച്ച് മിസ്സായി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? കറന്റ് ഇലക്ട്രിസിറ്റി, കറന്റിന്ന് തുടങ്ങിയ കറന്റിന്റെ ഇക്വേഷൻ I = നിങ്ങൾ എഴുതിക്കോട്ടെ. ഇല്ലാത്തവർ പ്രത്യേകിച്ച് എഴുതിക്കോ. നിങ്ങൾക്ക് കൂടുതൽ ജസ്റ്റ് ആ ഇക്വേഷൻസ് മാത്രം. ഫസ്റ്റ് ഇക്വേഷൻ I = Q/T. ഫസ്റ്റ് ഇക്വേഷൻ അല്ല, ഓരോരുത്തരും ഒന്ന് പറയിപ്പിക്കണേ. സെക്കൻഡ് ഇക്വേഷൻ കറന്റ് ഡെൻസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ല, കറന്റ് ഡെൻസിറ്റി. ആ ന്യൂ പേപ്പർ എടുത്ത് നോക്കിക്കോ, അതിലുണ്ട്. I = സെക്കൻഡ് കിടക്കുന്നത് I = J dot A, J = current density, J = I/A. അതൊന്ന് അടച്ചു വെക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അറിയാൻ പറ്റും ആരൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇവിടെ ഒന്ന് നോക്കാതെ പറയണോട്ടാ. അടുത്തത് എഴുതി വെച്ചോട്ടാ. ഈ പറയുന്നത് നിങ്ങൾ എഴുതിക്കോ. ഫസ്റ്റ് കറന്റ്, സെക്കൻഡ് J = I/A. അടുത്തത് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് J. ഇനി കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് ഫ്ലോയിൽ ചെയ്യാം. കറന്റ് ഡെൻസിറ്റി ജസ്റ്റ് ഇപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എഴുതി വെച്ചു. ഡ്രിഫ്റ്റ് വെലോസിറ്റി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി അടുത്തത് മറ്റേ ഓംസ് ലോ. അറിയാം. I = V/R. Ohm's law. Just vector form Ohm's law. Vector form of Ohm's law. VDEN. Sigma E. J = sigma. Here sigma = E. Sigma = ഇത് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഈ ടോപ്പിക്ക് വെക്റ്റർ ഫോം ഓഫ് ചോദിച്ചായിരുന്നു ടെസ്റ്റിന്. പഠിപ്പിച്ചതല്ലേ?
അല്ലല്ല ഞാൻ പഠിപ്പിച്ചതാണോ? പഠിച്ചതാ. അതായത് തന്നെ അതിന് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ എൻ. ഞാൻ സിഗ്മ ഇന്ന് പറഞ്ഞത്. ഞാൻ സിഗ്മ ചെയ്യണേ. അടുത്തത് റെസിസ്റ്റൻസ്. ആദ്യത്തെ ml a square ടോ സാധാരണ കറക്റ്റ് ആണോ? ഞാൻ കറണ്ട് ആംഗിൾ കറണ്ട് മിക്സ്ഡ് കണക്ഷൻ മാത്രമേ ജി നമ്മൾ എന്താ പഠിച്ചത്? ജി ജി അന്നത്തെ ദിവസം പറഞ്ഞു കണ്ടക്ടൻസ്. ജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? 1/r. അത് ഓമിൻവേഴ്സ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് NA സ്ക്വയർ ടോ. അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും പോയാണ്. ഇത് സിഗ്മ എന്തായിരുന്നു? അല്ല ഞങ്ങൾ കെമിസ്ട്രി കാപ്പ്
ബാക്കി എഴുതേണ്ടി നീ വേണ്ടല്ല നീ പഠിച്ചിട്ടില്ലേ ഇത്രയും ഫോമുലാസ് പഠിക്കാതെ നമ്മൾ ന്യൂമറിക്കൽസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ഇപ്പൊ ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ല ഞാൻ തന്നെ എന്ത് ഫോമുല എഴുതാൻ ഞാൻ തന്നെ ചെയ്യണം നീ എന്തായാലും അറിയാൻ പറ്റില്ല ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒക്കെ കണ്ടതല്ലേ ചാർജിങ് എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്കൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇതുപോലെ ഫോമുലാസ് എഴുതണം സെക്കൻഡ് ചാപ്റ്റർ എഴുതണം തേർഡ് ചാപ്റ്റർ എഴുതണം തേർഡ് ചാപ്റ്റർ ഞാൻ എഴുതി തന്നിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അറിയാമെങ്കിൽ തോന്നുന്നില്ലേ അവന്മാരുടെ കാണിച്ചുള്ളൂ ഈ ഫോമുലാസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ചെയ്തിട്ട് വരാമോ അത് എന്തായാലും എക്സാം അല്ലേ അല്ലേ പഠിക്കണ്ടേ ഇതിപ്പോ നോട്ടിലുണ്ട് ഒരേ ഫോറിൽ എഴുതിക്കൊണ്ടോ കേട്ടോ അപ്പൊ നിങ്ങൾ തന്നെ നോക്കി നോക്കി അത് പഠിക്കുക അല്ലാതെ കാര്യമില്ല എന്തോരം ഫോമുലാസ് ഇപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ട് എന്തോരം വന്നേക്കുന്നത് എഴുതുമ്പോൾ തോന്നുന്നില്ല ഇതിപ്പോ ഇത്രയും ഫോമുലാസ് എന്താ അറിയാം Thank you.
വേദനയൊക്കെ നടക്കാൻ പോയത്. അപ്പോൾ മെയിൻറോഡിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ബാക്കി ഫോർമുലാസ് എഴുതിക്കോട്ടെ. ജസ്റ്റ് വീഡിയോകളൊക്കെ ഇല്ല. കുറച്ച് വലിയ വീഡിയോകളൊക്കെ നമ്മൾ ഗ്രീൻ പീപ്പിളല്ലേ എടുത്തിട്ടില്ല, സിലബസിൽ കണ്ടില്ല. അങ്ങനെയാണ് പറയുന്നത്. ഗ്രീൻ പൊട്ടൻഷ്യൽ വീക്ക് സിലബസിലുണ്ടാവും നോക്കിയാ. അവൻ ചോയ്സിൽ Temperature dependence of resistivity ആണ് rho. Temperature dependence of resistance ആണ് resistivity rho. Temperature dependence of resistivity ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ എടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ temperature dependence of resistance വരും. Resistance rho. അതുകൊണ്ട് അത് രണ്ടും എഴുതാം. അപ്പോൾ ഏതൊക്കെ നോട്ട് ചെയ്തു ടൈപ്പ് നൽകാൻ resistivity, resistance, ഇത് resistance, temperature dependence of resistance, temperature dependence നെ ചോദിച്ചിട്ടുള്ള റോൾസ് ഒരു ഇക്വേഷൻ ചെയ്യാം. Temperature dependence of resistivity ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോ ഇല്ല പൊട്ടൻഷ്യൽ ഇല്ല കേട്ടോ. അതില്ല ഞാൻ സിനിമയിൽ ഇതുപോലെ അത് ബാക്കി ആ ഫോർമുലാസ് എഴുതുന്നത് കംപ്ലീറ്റ് ചെയ്ത ബാക്കി നോക്കി എഴുതിക്കോ. ഇത് കംപ്ലീറ്റ് തന്നെ ഇനി എന്തോരുണ്ട്? ഐഡന്റിക്കൽ സെൽ ഉണ്ട്, കിർച്ചോഫ് ലോ ഉണ്ട്, ഫിസിക്സ് സെൽ ഉണ്ട്, അങ്ങനെ അച്ഛന് ആ മെറ്റീരിയൽ ഒക്കെ അവർ കാണിച്ചു കൊടുക്കട്ടോ. എന്റെ മെറ്റീരിയൽ പേജ് ഇല്ല. കൊണ്ടുവന്നിട്ടില്ല. അല്ല എന്റെ മെറ്റീരിയൽ രണ്ട് പേജ് ഇല്ല. അത് ചോദിക്കണം കേസ് ആയതുകൊണ്ട് അവിടെ അതന്നെ ഈ സാധനം സ്പെഷ്യൽ കേസ് ഇതെടുക്കാണ്ട് ഇത് സ്പെഷ്യൽ കേസ്
അതേപോലെ ഞാൻ ലിക്വിഡ് അതേപോലെ ഞാൻ
പോലും ചെയ്യാൻ പറ്റിയില്ല. അച്ഛൻ കഴിഞ്ഞാ ബാക്കി ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ എഴുതിക്കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ജംഗ്ഷന്റെ റൈറ്റ് സൈഡിൽ ആരൊക്കെ ചെയ്തിട്ട് വരുമോ നോക്കട്ടെ. കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വന്നേ. ചെയ്യണേ നോക്കട്ടെ. ആരെ ചെയ്യണം നോക്കട്ടെ. നോക്കട്ടെ ആരൊക്കെ ചെയ്തിട്ട് വന്നേ. ചേട്ടാ ഓഫ് ചെയ്യണം. എല്ലാരും ഇത്ര വരെ എഴുതിയാ ഇത്ര വരെ എനിക്ക് അടുത്ത ക്ലാസ് എക്സാം മീറ്റർ പഠിച്ചതാണ്. Okay, question എഴുതിക്കോ. Okay, a battery of EMF. മതി ഇട്ടോട്ടെ എഴുതിയാൽ മതി. A battery of EMF. A battery of EMF 10 volt. 10 volt. And internal resistance. Internal resistance 3 ohm is connected to a resistor. Is connected to a resistor. If the current in the circuit is 0.5 ampere, what is the resistance of the resistor? First section, what is the resistance of the resistor? Second one, what is the resistance of the resistor? And what is the terminal voltage of battery when circuit is closed? What is terminal voltage of battery when the circuit is closed? ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ആ ഫോർമുലാസ് നോക്കി ചെയ്തോട്ടെ കിട്ടുന്നില്ലെങ്കിൽ.
എന്താ പറഞ്ഞേക്കുന്നത്? ബാറ്ററി ഓഫ് EMF 10 volt and the internal resistance is 3 ohm is connected to a resistor. If the current in the circuit is 0.5 ampere, what is the resistance of the resistor and what is the terminal voltage of battery? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു 10 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് പറഞ്ഞേക്കുന്ന 3 ohm. ഓക്കെ, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് 0.5 ആംപിയർ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി. അപ്പൊ ടെർമിനൽ ശ്രദ്ധിക്കണേ, ടെർമിനൽ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ഇങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ V = E - IR. ഓക്കെ, ആ ഇക്വേഷൻ എഴുതി വെച്ചിട്ടില്ലേ? അതിന്റെ സൈഡിൽ എഴുതി വെച്ചോട്ടെ. പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ടെർമിനൽ വോൾട്ടേജ്, ഇങ്ങനെ എന്തെങ്കിലും വേർഡ് ആണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇത് വേണം യൂസ് ചെയ്യാൻ. V = E - IR. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യന് തന്നേക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നും വേണ്ടില്ല. ഒരു സെല്ല് ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? സ്മോൾ r. സ്മോൾ r = 3 ohm ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് 0.5 ആംപിയർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ടെർമിനൽ വോൾട്ടേജ്. അതിനുള്ള ഇക്വേഷൻ ആണ് V = E - IR. ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. വേഗം കണ്ടുപിടിച്ചേ. V = E എത്രയാണ് തന്നിട്ടുണ്ട്? E എത്രയാണ്? 10 - I 0.5 × 3 എത്ര ആയിട്ട് ഞാൻ പറഞ്ഞു? 8.5 വോൾട്ട്. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? V = IR, R = V/I. V എത്രയാന്ന് തന്നിട്ടുണ്ട്, I എത്രയാന്ന് അറിയാം. വേഗം കണ്ടുപിടിച്ചേ. V = IR. ആ ഇക്വേഷൻ ഒക്കെ ഒന്ന് ഇങ്ങനെ ചെയ്താലും കിട്ടുമല്ലോ. നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് വോൾട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ കറന്റ് പറയാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് റെസിസ്റ്റൻസ് എടുത്താൽ മതിയില്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഞാനിപ്പോ സിമ്പിൾ ആവാൻ വേണ്ടിയാണ് ആ ഇക്വേഷൻ തന്നെ എടുത്തത്. വേറെ എല്ലാവരും നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്താലും കിട്ടും. ഇപ്പൊ കറക്റ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് റെസിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത്. വോൾട്ടേജ് ഉണ്ട്, കറന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ V = IR തന്നെ എടുക്കണമായിരിക്കും നല്ലത്. ഓക്കെ, എത്ര കിട്ടി? 17 ohm. കിട്ടിയാ? ചെയ്താൽ മതി. പയ്യെ സംഭവം ഇത്രയും കിട്ടി. അതിന്റെ കാൽക്കുലേഷൻ എടുക്കും. നിങ്ങൾ സ്പീഡ് കൂട്ടി പയ്യെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബാക്കി സംഭവം ഇത്ര കിട്ടിയില്ല. എങ്ങനെ ചെയ്യേണ്ടതെന്ന് കിട്ടിയില്ല. ഇക്വേഷൻ നോട്ട് ചെയ്തോട്ടാ. ഇവിടെ 8.5 കിട്ടുന്നത്. ഫസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ 8.5 ആ വോൾട്ടേജ്. നമുക്ക് റെസിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വേറെ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. സിമ്പിൾ ആവാൻ വേണ്ടിയാണ് ഇവിടെ വോൾട്ടേജ് റെസിസ്റ്റൻസ്. വോൾട്ടേജ് കറണ്ടും തന്നിട്ടുണ്ട്. ടെർമിനൽ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെയും ഇന്റേണൽ റെസിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. പൊട്ടൻഷ്യൽ EMF, ഒരു സെല്ലിൻ്റെ ഉള്ളിലാണ് EMF വരുന്നത്, ഇന്റേണൽ റെസിസ്റ്റൻസ് വരുന്നത്. ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന EMF E. നമ്മൾ വോൾട്ട് എന്ന് പറയില്ല, 10 വോൾട്ട്, അത് E ആയിരിക്കും. EMF-നെയാണ്. ഇപ്പൊ സെല്ലിലായാലും നമ്മൾ വോൾട്ടല്ലേ ഉണ്ടാവുന്നത്. അതാണ് EMF. E1 + E2 സീരീസ് ആയിട്ട് 2 സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ചാർജിങ്, അത് എന്നിട്ട് കറണ്ടിന്റെ റിലേഷൻ പറയുമ്പോൾ പറയുന്നത് ചാർജിങ് കണ്ടീഷൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ചാർജിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണം ഡിസ്ചാർജ് ചെയ്യും. ടെർമിനൽ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഡ്രോപ്പ്, അതൊക്കെ വരുമെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യണം കേട്ടോ. അതിനടുത്ത ക്വസ്റ്റ്യൻ, 3 resistors 1 ohm 2 ohm 1 ohm, 2 ohm and 3 ohm are connected in series. 1 ohm, 2 ohm and 3 ohm are connected in series.
What is the total resistance of the combination? ഇല്ല വരാം ഇനിയുണ്ട്. What is the total resistance of the combination? 1 ohm, 2 ohm and 3 ohm. 3 resistors, 1 ohm, 2 ohm and 3 ohm. 1 ohm, 2 ohm and 3 ohm are connected in series. What is the total resistance of the combination? If the combination is connected to simple questions ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് കൂടുതൽ പറയണം. If the combination is connected to a battery of EMF 12 volt, total resistance of the combination. If the combination resistance, total resistance of the combination full stop. Parayada, if the combination is connected to a battery of EMF 12 volt. What is the total resistance of the combination? EMF EMF and negligible internal resistance. Negligible internal resistance എന്ന് പറയുമ്പോൾ അവിടെ internal resistance ഇല്ല. Obtain the potential across each resistor. Obtain the potential across each resistors. Connected to a battery of EMF 12 volt. A battery of EMF 12 volt and negligible internal resistance. Obtain the potential across each resistor. ചെയ്തോട്ടാ. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓരോന്നിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. കറന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 3 റെസിസ്റ്റൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. 3 റെസിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ കറന്റ് തന്നിട്ടുണ്ടാവും ഇല്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. വോൾട്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാം. ഐ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിന്റെ പൊട്ടൻഷ്യൽ V = IR. ഓരോന്നിന്റെ അക്രോസ് ഉള്ളത് കണ്ടുപിടിക്കാം. ഓരോ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ളത് കണ്ടുപിടിക്കാം. അത് കിട്ടിയിട്ട് ഇനി കറന്റ് കണ്ടുപിടിച്ച് സർക്യൂട്ട് അപ്പൊ തന്നെ ഫസ്റ്റ് നിങ്ങൾ സർക്യൂട്ടൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒന്ന് സ്വന്തമായിട്ട് വരക്കാൻ നോക്കട്ടാ. റെസിസ്റ്റേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കോമ്പിനേഷൻ ഇസ് കണക്റ്റഡ് ടു ബാറ്ററി ഓഫ് 12 വോൾട്ട്. 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഫസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറന്റ് കണ്ടുപിടിക്കുന്ന സർക്യൂട്ടിൽ ഇപ്പൊ റെസിസ്റ്റൻസും പൊട്ടൻഷ്യലും വോൾട്ടും ഉണ്ടെങ്കിൽ നമുക്ക് കറന്റ് കണ്ടുപിടിക്കാം. I = 2 ആംപിയർ കറന്റ് കിട്ടി. കറന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പറഞ്ഞേക്കുന്നത് പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിന്റെ അക്രോസ് വരുന്നുണ്ടാവും പൊട്ടൻഷ്യൽ ഉണ്ടാവും. നമുക്ക് V = ഫസ്റ്റ് റെസിസ്റ്റൻസ് 1 വോൾട്ട്. അതുപോലെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാം. ഓരോ റെസിസ്റ്ററിന്റെ ക്രോസ് ഉള്ളത്
അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. എന്നാലും എനിക്ക് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ അതൊക്കെ ചെയ്യിക്കാൻ പറ്റുള്ളൂ. കിർച്ചോഫ് ലോ അതൊക്കെ പഠിക്കണമെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് വരാം.